പെൺകരുത്ത്. നേരം ഇരുട്ടിത്തുടങ്ങി. ഒരു ഭയം അവളിൽ നിഴലിക്കാൻ തുടങ്ങി. ദൈവമേ, ഇന്ന് അദ്ദേഹം ഏത് രീതിയിലായിരിക്കും വരവ്? 3 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് അവൾ അങ്ങനെ ചിന്തിച്ചിരുന്നു. കുട്ടികളുടെ കണ്ണുകളിൽ നിഴലിക്കുന്ന ഭയം അവളിലെ കരുത്ത് മുഴുവൻ ചോർത്തിക്കളയുന്നു. അവൾ കൂടുതൽ ദുഃഖിതയായി. അമ്മേ, ഇന്നും ചാച്ചൻ കുടിച്ചിട്ടാണോ വരിക? മൂത്തയാൾ ഭയത്തോടെ ചോദിച്ചു. മറുപടി ഒന്നും പറയാനാവാതെ അവൾ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചു തഴുകി. ഈശ്വരാ, ഞാൻ എന്തു പറയും ഈ കുട്ടിയോട്? പട്ടിനോടൊപ്പം ദേഹോദ്രവവും, അതാണ് താങ്ങാനാവാത്തത്. വൈകുന്നതുവരെ പണിയെടുത്ത് കിട്ടുന്ന പൈസ മുഴുവൻ കള്ളു കുടിക്കും. എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ അതിനും അടിയും ചീത്തവിളിയും. കുട്ടികൾ ഇന്ന് മുഴുവൻ പട്ടിണിയാ. പാത്രത്തിൽ 1 മണി അരിയില്ല. അയൽപക്കത്ത് പോയി വാങ്ങാമെന്ന് വെച്ചാ വാങ്ങിയത് കൊടുക്കാനുമുണ്ട്. പാതിരാത്രിയായി. കുഞ്ഞുങ്ങൾ തളർന്നുണങ്ങി. പെട്ടെന്ന് താഴെ നിന്നൊരു ശബ്ദം കേട്ടു. അയാൾ വരുന്നുണ്ട്. ഇന്നും പതിവ് പോലെ തന്നെ. ചീത്തയും പറഞ്ഞാ വരവ്. അവൾ ധൃതിയിൽ വാതിക്കലേക്ക് വന്നു. കുട്ടികൾ ഉണർന്നാൽ അതുങ്ങൾ ഭയന്ന് നിലവിളിക്കും. അവൾ വാതിൽ തുറന്നതും ഒറ്റയടി അവളുടെ കവിളിൽ വീണു. എന്താടി നിനക്ക് കതക് തുറക്കാൻ ഇത്ര താമസം? പിന്നെ കുറെ ചീത്ത പറച്ചിലും അടിയും. കുട്ടികൾ ഉണർന്ന് അവളെ വട്ടം പിടിച്ച് ഉറക്കെ കരഞ്ഞു. അവൾക്ക് കരയാനല്ലാതെ ഒന്നിനും കഴിയുമായിരുന്നില്ല. കുട്ടികളില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമായിരുന്നു. അതിനും കഴിയില്ലല്ലോ ഈശ്വര. കുറെ ചീത്തയും വിറുവിറുക്കലും കഴിഞ്ഞ് അയാൾ എപ്പോഴോ ഉറങ്ങി. അവൾക്കന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോന്നും ചിന്തിച്ച് മനസ്സിനെ ബലപ്പെടുത്തി. പിറ്റേ ദിവസം നേരം പുലർന്നു. അയാൾ പതിവ് പോലെ ഉണർന്നു. എങ്ങോട്ടോ പോയി. അതിനു പിന്നാലെ അവൾ വേഗം നടന്നു. കുട്ടികളെ ഉണർത്തി അടുത്ത വീട്ടിലാക്കി. എങ്ങോട്ട് ധൃതിയിൽ പോയി. എങ്ങോട്ട് പോകണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. എന്തായാലും ഒരു ജോലി കണ്ടെത്തണം. പല കടകളിൽ കയറി ഇറങ്ങി. പലരും ജോലി വാഗ്ദാനം ചെയ്തു. പക്ഷെ ഉദ്ദേശം മറ്റു പലതുമായിരുന്നു. ഒടുവിൽ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് കടയിൽ ജോലി നൽകാമെന്നേറ്റു. അവൾ വീണ്ടും ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. എത്രയും പെട്ടെന്ന് അയാൾ എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തി. കുട്ടികളെയും കൂട്ടി കയ്യിൽ കെട്ടിയ കുറച്ച് സാധനങ്ങൾ വാരി ഒരു ബാഗിലാക്കി വേഗം വീട്ടിൽ നിന്നിറങ്ങി. ഒരു വാടക വീട് സംഘടിപ്പിക്കണം. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം. ഇനി ഇല്ല, ഞാൻ ഈ വീട്ടിലേക്കില്ല. ദൃഢനിശ്ചയത്തോടെ അവൾ ആ വീടിന്റെ പടി ഇറങ്ങി. ജയഭാവത്തോടെ.